ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇയർ മൂവി ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ അതിൻ്റെ പീക്ക് ടൈമിലെത്തി നിൽക്കുകയാണ്. 2 വർഷമായി 100 കോടിയൊക്കെ സ്വപ്നമെന്ന ചിന്ത മാറി ഒരു ക്ലീശയായി മാറിയിരിക്കുന്നു എന്നാണ് സത്യം. അങ്ങനെ ഈ കൊല്ലം ഏകദേശം കഴിഞ്ഞു, പക്ഷേ തീർന്നിട്ടില്ല. 2026 മാരക സാധനങ്ങൾ വെയിറ്റിംഗ് ആണ്. 2026 വരാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളെ പറ്റിയാണ് ഞാനിതോടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ മെയിനായിട്ട് എനിക്ക് പ്രതീക്ഷിച്ച സിനിമകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമാക്കി WWE റെസ്ലിംഗ് ആസ്പദമാക്കി ഒരുങ്ങുന്ന ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ചത്ത പച്ച. സിനിമയുടെ ടീസർ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ സാധനമായിരുന്നു കേട്ടോ. ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സംഭവം. അങ്ങനെ WWE എന്നൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സംഭവമാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ജോൺസിനെ അതുപോലെ ചെറുപ്പത്തിലേക്ക് വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഓളുണ്ട്. ആ സംഭവമൊക്കെ പലർക്കും അറിയുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമയുടെ മമ്മൂക്കി ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 5 ദിവസം ഡേറ്റ് 5 ദിവസം ഷൂട്ടാൻ മമ്മൂക്കിയുടെ ഷൂട്ടൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ആ പാട്ടിലോട്ട് സിനിമയുടെ ഷൂട്ടിനിടയിലാണ് മമ്മൂക്കി ജോയിൻ ചെയ്ത് ആ പടത്തിൽ ഷൂട്ട് ചെയ്തത്. അതൊരു കൊല്ലി ആയിട്ടായിരിക്കും കേട്ടോ. അത് ലോകയിൽ അവിടെ മമ്മൂക്കൊരു തീയായെങ്കിൽ ഇവിടെ ഒരു തീ പന്താവുന്നതാണ് സിനിമയുടെ ടീം പറയുന്നത്. ഒരു കോച്ചിൻ്റെ വശത്തിലാണ് മമ്മൂക്ക ക്ലൈമാക്സ് സീനിലായിരിക്കും എത്തുക. എന്തായാലും അത്യാവശ്യം നല്ല പ്രതീക്ഷ കയറി, നല്ല ഹൈപ്പായ ടീസറോട് കൂട്ടി കയറിയിട്ട് മമ്മൂക്കോടി ഉണ്ടല്ലോ ഓൾറെഡി ഹൈപ്പ് കയറും. 2026 ജനുവരി മാസമായിരിക്കും സിനിമയുടെ റിലീസ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. കാട്ടാളൻ. പോൾ ജോർജിൻ്റെ സംവിധാനത്തിൽ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പെപ്പെ നായകനെ വരാൻ പോകുന്ന പടമാണ് കാട്ടാളൻ. ഒരു പക്ക ക്വാളിറ്റി ആയിട്ടാണോ. പെപ്പെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, കപിൽ ദ്വാൻ സിംഗ്, ഹിപ്സ്റ്റർ, സുനിൽ, തുഷാര, വിജയൻ തുടങ്ങിയവരും സിനിമയിലുണ്ട്. തായ്ലൻഡിലെ വനമേഖല വെച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഒരു 1.5 ആയിരിക്കും. സിനിമയുടെ ചില വർക്ക് വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, മാർക്കോ സിനിമകൾ കണ്ടതല്ലേ, പ്രൊഡ്യൂസർ പൈസ വാരി എന്നുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കും. എന്തായാലും അടുത്ത കൊല്ലം തന്നെയാണ് സിനിമയുടെ റിലീസ്. ആ ഒരു വെക്കേഷൻ ടൈമിലേക്ക് സിനിമ റിലീസ് ചെയ്യാം. പക്ക ഒരു ക്വാളിറ്റി സാധനം നമുക്കത് കണ്ടാൽ മനസ്സിലാവാൻ പറ്റും. എന്തായാലും നമ്മുടെ അജനീഷ് ലോകം എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് അടുത്തൊരു 100 കോടി ഉറപ്പാണ് എന്തായാലും മറ്റേ. ഖലീഫ. പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് ഏറ്റവും പുതുതായി പുറത്തുവരാൻ പോകുന്ന ഒരു ബ്രൂട്ടൽ മാക്സ് ആക്ഷൻ സിനിമയാണ് ഖലീഫ. അമീർ അലി എന്നൊരു ക്യാരക്ടറാണ് സിനിമയിൽ പൃഥ്വിരാജ് എത്തുന്നത്. കൂടാതെ അർജുൻ ദാസ്, ഷെയ്ൻ ടോം ചാക്കോ, കൃതി ഷെട്ടി തുടങ്ങിയവരും സിനിമയിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ടീസറിൽ അമീർ അലിയുടെ വാപ്പ അഹമ്മദ് അലിയെ നന്നായി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് ആവേശം ചെയ്യുന്നതെന്ന റൂമേഴ്സൊക്കെയാണ് കേൾക്കുന്നത്. രാജൻ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും പടം. എന്തായാലും പ്രതീക്ഷ കേട്ടിട്ടുണ്ട്. നമ്മുടെ ടീസർ അടിപൊളി സാധനമായിരുന്നു. ഒരു മ്യൂസിക്കൊക്കെ നൈസായിരുന്നു. ജേക്സ് ബിജോയെ കത്തിച്ചിട്ടുണ്ട്. എന്തായാലും മമ്മൂക്ക വരികയോ പോക്കിരാജയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ മമ്മൂക്കയും രാജുവേട്ടനും ഒന്നിക്കുന്ന പടമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരിക്കാൻ വരുമോ നേരിട്ട് എന്നുള്ളതൊക്കെ. എന്തായാലും പടത്തിന് കൂടുതൽ അഡ്വൈസൊക്കെ വരട്ടെ. കത്തനാർ. ഒരു 3 കൊല്ലത്തെ കാത്തിരിപ്പാട്ടോ. ആ രാമചന്ദ്രൻ്റെ തിരക്കഥയിൽ റോജൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെ എത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കത്തനാർ. ഇപ്പോൾ എപ്പിക് സിനിമ കേട്ടോ. ജയസൂര്യ കൂടാതെ പ്രഭുദേവ, അനുഷ്ക ഷെട്ടി തുടങ്ങിയ സിനിമയിൽ മറ്റ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 3 കൊല്ലത്തെ കാത്തിരിപ്പാണ് ഈ ഒരു പടം. ഒരു കൊലത്തോക്കിനുള്ള മുതലാണ്. പോസിറ്റിവിറ്റി 200 കോടിയൊക്കെ പുഷ്പം പോലെ തൂക്കും. ശ്രീ ഗോകുലം ഗോപാലാണ് സിനിമയുടെ നിർമ്മാണം. എന്താ നല്ല കാത്തിരിപ്പ് സിനിമയുടെ പിന്നിലുണ്ട്. ഏതോ 2 കൊല്ലം മുന്നിട്ട് ചെറിയ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നു. അതിൻ്റെ ക്വാളിറ്റി മാരക സാധനമായിരുന്നു. ഇപ്പോൾ സിനിമയുടെ വർക്ക് നടന്നു വരികയാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്തോടെ തന്നെ റിലീസ്. അടുത്ത ഒരുപാട് പടമാണ്. അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു പടമാണ് ഈ ഒരു പടം. ടിക്കിറ്റാക്ക. രോജി വേസിൻ്റെ സംവിധാനത്തിൽ ആസിഫ് അലി, വാമിക കബീർ, നസ്രീൻ, ലുക്മാൻ അവറാൻ തുടങ്ങിയവർക്ക് കഥാപാത്രമാക്കി വരാൻ പോകുന്ന പടമാണ് ടിക്കിറ്റാക്ക. 2026 മാർച്ചിലായിരിക്കും സിനിമയുടെ റിലീസ്. ഒരു പക്ക ക്വാളിറ്റി ഗ്യാങ്സ്റ്റർ പടമാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മുമ്പ് ഒരു കർട്ടൻ റേസർ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ KGF ആണിതെന്നാണ് ആസിഫ് അലി പറഞ്ഞത്. നല്ല പ്രതീക്ഷയുള്ള പടമാണ്. ഒരു ഗ്യാങ്സ്റ്റർ പക്ക ആക്ഷൻ ഡ്രാമയായിട്ട് വരുന്നൊരു പടമാണ്. നല്ല അടിപൊളി കാസ്റ്റ്. നെസ്സിനൊക്കെ വന്നതിനായിരുന്നു. നെസ്സിനൊക്കെ ഒരു സ്റ്റൈൽ ഓറൊക്കെ അടിപൊളിയാണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു മൈൻഡൊക്കെ അടിപൊളി. അതുപോലെ ആസിഫ് അലി നമ്മൾ ആക്ഷനൊക്കെ പെടായിട്ട് ചെയ്യുന്നതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലുക്മാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഫാൻസ് ഒരുപോലെ ഈ ഒരു പടത്തിന് കയറും. ഈ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്യാമറ കൊണ്ട് ഈ റൂമുകളിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല. എന്തായാലും സിനിമയുടെ ഷൂട്ട് നടന്നു വരും. അടുത്ത കൊല്ലത്തെ ഒരു മാർച്ച് 19, 2026 മാർച്ച് 19 സിനിമയുടെ റിലീസ് ഡേറ്റ് ആയിട്ട് അവർ നോക്കുന്നത്. എന്തായാലും നമുക്ക് അറിയില്ല വരും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ വരട്ടെ, കാത്തിരിക്കാം. ഐ ആം ഗെയിം. RDXന് ശേഷം നഹാസ് ഹിദായത്തിൻ്റെ അടുത്ത സംവിധാനം ചെയ്തു വരാൻ പോകുന്ന പടമാണ് നമ്മുടെ DQ, പെപ്പെ, മിസ്കിൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന നമ്മുടെ ഐ ആം ഗെയിം. കൊത്ത, അതായത് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത DQന് മലയാള സിനിമ കൂടിയാണത്. 2023 കൊത്ത ഇറങ്ങിയത്. നമ്മുടെ RDXനൊപ്പം ഇറങ്ങി പൊട്ടി പായസായ പടാട്ടോ.
ഈ ഒരു പടത്തിൽ വമ്പൻ പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ സോഷ്യൽ മീഡിയ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം. എന്തായാലും പടം വരുമ്പോൾ അത് കത്തളല്ലാതെ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പടം വരട്ടെ. അടുത്ത പോലത്തെ റിലീസ് തന്നെയാണ്, അടുത്ത പോലത്തെ ഒരു സമ്മർ റിലീസ് തന്നെയാണ് ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പുറത്ത് വരട്ടെ, കൂടുതൽ അപ്ഡേറ്റ്സും വരട്ടെ, കാത്തിരിക്കാം നമുക്ക്. ദൃശ്യം 3 ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് ദൃശ്യം 3. പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. ആദ്യ 2 ഭാഗവും വമ്പൻ ഹിറ്റാണ്. സിനിമയുടെ ഷൂട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ട് നിൽക്കുകയാണ്. അടുത്ത കൊല്ലം ഫസ്റ്റ് ഹാഫിൽ തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാവും. നമ്മുടെ ലാലേടൻ, അതുപോലെ മീന, ഹൻസിബാസൻ തുടങ്ങിയവരൊക്കെ വേറെ ഉണ്ടാവില്ല, വേറെ ഓർമ്മയില്ല. ഇവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തെ എസ്റ്റർ ഇവരൊക്കെയാണ് സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ പെപ്പയൊക്കെ ഷൂട്ടിലൊക്കെ ചെയ്തിരുന്ന നമ്മുടെ സ്റ്റിൽസൊക്കെ പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ട് പടത്തിന്. കാരണം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ 2ാം ഭാഗം ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമൊന്നുമില്ല. 3ാം ഭാഗം എനിക്കില്ല താല്പര്യമൊന്നുമില്ല. 2 ലെവലിലാണ് നിന്നാൽ മതി. ഇനിയിപ്പോൾ എന്താണ് ജിത്തു ജോസഫ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ചെറിയൊരു പേടിയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്ന് അറിയില്ല, കയ്യിൽ നിന്ന് പോയാൽ പോയി. അത് ആദ്യത്തെ 2 പടത്തിനെ അത് ബാധിക്കും. എന്തായാലും സിനിമ വരട്ടെ. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സിനിമയുടെ ആ ഒരു ഫസ്റ്റ് പോസ്റ്ററൊക്കെ പുറത്തു വരുന്ന സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും അപ്ഡേറ്റ്സ് വരട്ടെ. മമ്മൂക്ക ഖാലിദ് റഹ്മാൻ മൂവി. മമ്മൂക്കയെ വെച്ച് ഖാലിദ് റഹ്മാൻ ഒരു പടം എടുക്കുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നല്ലോ. അതിനിടയിൽ മമ്മൂക്കയെ വെച്ച് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഒരു കുറച്ച് അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഇതാ ഖാലിദ് റഹ്മാൻ ചെയ്യാൻ ഉദ്ദേശിച്ച പടം തന്നെയാണ് ഇത്. ഒരു ഗാങ്സ്റ്റർ പടമാണ്. പബ്ലോ എസ്കോബാറൊക്കെ മമ്മൂക്ക എത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സിനിമയിൽ നെസ്സിനെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാട്ടാലം കഴിഞ്ഞാൽ ഉടനടി ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് നെക്സ്റ്റ് ഇയർ ഹാഫിൽ, അതൊരു അടുത്ത ഒരു പകുതി കൂടിയിട്ട് സിനിമയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ മമ്മൂക്ക് ഒരു പക്ക സ്റ്റൈലിഷ് സാധനം, ഒരു നമ്മുടെ ഭീഷ്മവർമ്മൊക്കെ പോലെ അല്ലെങ്കിൽ മാർക്കോ ലെവലിൽ ആ ഒരു റേഞ്ചിലൊരു പടമായിരിക്കും. പബ്ലോ എസ്കോബാറൊക്കെ ഒലത്തൂക്ക് പാടായിരിക്കും. പക്ക ഗാങ്സ്റ്റേഴ്സ് നമുക്ക് കാണാം. ഒരു മമ്മൂട്ടീസം കാണിച്ചു തരുന്നൊരു പടമായിരിക്കും. എന്തായാലും ഗാങ്സ്റ്റർ പൊളിക്കും. നല്ല പ്രതീക്ഷ ഉണ്ടോ മമ്മൂട്ടി. അതൊക്കെ കയറി ആറാടളം മുതലായിരിക്കും. എന്തായാലും അടുത്തുള്ള ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് 2027 ആയിരിക്കും റിലീസ്. വലിയൊരു സിനിമയാണെങ്കിൽ എന്തായാലും റിലീസ് വൈകി കിട്ടും. കുറച്ചുകൂടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരട്ടെ, വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക്. പാട്രിയോട്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു തന്നിരിക്കുന്ന ഒരു മലയാള ആക്ഷൻ ത്രില്ലർ മൾട്ടിസ്റ്റാർ ചിത്രമാണ് പാട്രിയോട്ട്. മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻ, താരദർശൻ, രാജേന്ദ്രൻ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആൻഡ്രോ ജോസഫാണ് സിനിമയുടെ നിർമ്മാണം. സുഷിൻ ശ്യാമാണ് സിനിമയുടെ മ്യൂസിക്. 2026 വിഷുവിന് സിനിമ റിലീസ് ചെയ്യാനാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. മമ്മൂക്കയാണ് സിനിമയിൽ നായകനായിട്ടെന്നാണ് നമുക്ക് ടീച്ചർ എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലാലേട്ടൻ വില്ലനാന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ടീച്ചറിന് കിട്ടുന്ന സാധനമായിരുന്നു. പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് കത്തും, ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഇവരൊക്കെ മത്സരം വരുമ്പോൾ പക്ക ഒരു നാട്ടിൻ പുറത്തുള്ള ലെവൽ ആക്ഷൻ ഗ്യാങ്സ്റ്റർ പടമൊക്കെ പ്രതീക്ഷ. പക്ഷെ ഇത് ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു സിനിമയല്ല, അതൊരു വേറെ ടൈപ്പ് പടം. എല്ലാവരും ഒരേപോലെ കയറണമെന്നില്ല ഒരു പടത്തിന്. ഇന്നൊരു പടം വരട്ടെ. അടുത്ത വിഷു റിലീസൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഷൂട്ടൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കുക, ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരട്ടെ. അടുത്ത് എന്ത് പറയാനാണ്, മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവലിൻ്റെ തന്നെ സ്ക്രിപ്റ്റിൽ വിജയ് ബാബുവും വേണു കുന്നപ്പിള്ളിയും കൂടി നിർമ്മിച്ച് വരാൻ പോകുന്ന മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ എപ്പിക് സിനിമയാണ് ആടുത്രി. പ്രത്യേകം പറയുന്നത് നമ്മുടെ ഷാജി പാപ്പനും ഗ്യാങ്ങും, ജയസൂര്യ, ബൈജു, വിനായകൻ, സണ്ണി വെയിൻ, ധർമ്മജൻ, ഒരാര, അങ്ങനെ കുറേ പേര് സിനിമയിലുണ്ട്. ഷാൻ റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്. ഒരു 1.5 തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം എനിക്ക് 1-2 എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് പടം ടി വി കാണുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു റേഞ്ച് കിട്ടും. അവിടെ 1-2 ഇതൊക്കെ ഉണ്ടാക്കിയൊരു ഓടുണ്ട്. പൊന്നു പാപ്പനും ടീമും വെറുതെ ഒന്നും തന്നെ അതൊരു വൈബാണ്. ഇപ്രാവശ്യം ടൈം ട്രാവൽ ചെയ്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയുടെ കണ്ടന്റ്. അടുത്ത കൊല്ലം എന്നല്ല, ആട് 3 പോലെ അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ കാണാൻ പോകുന്ന ഒരു പടം വേറെ കാണില്ല, ഇനി വരികയില്ല. കഷ്ട വെയിറ്റിംഗ് ആണ്. 2027 മാർച്ച് 19 സിനിമയുടെ റിലീസ്. സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വരാറായിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടൊക്കെ അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അതായത് മെയിനായിട്ടുള്ള ആ ഒരു സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഹിസ്റ്റോറിക്കൽ സീൻസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് നാട്ടിൻപുറത്തുള്ള സീനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കൊക്കെ നടന്നു വരികയാണ്. കൊലത്തൂക്കിനുള്ള മുതലുണ്ട് മക്കളെ. അടിച്ച് പൊളിച്ചിട്ട് അടിച്ച് പൂസാകാം. ഷാജി ബാബുവിൻ്റെ ടീംസും വീണ്ടും തിരിച്ചു വരികയാണ്. ഒരു 1.5 ഗംഭീര വരവാട്ടെ. എന്നാലും നമ്മുടെ ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടി ഇങ്ങനെ കാത്തു കുത്തിരിക്കുകയാണ് നമ്മളൊക്കെ. എന്തായാലും കൊലത്തൂക്കായിരിക്കും ഒരു 10-300 കോടിയൊക്കെ വീണ്ടും നമ്മളെ മോളിവുഡിന് കാണിച്ചു തരുന്നു. നല്ല പോസിറ്റീവ് വരെ 500 കോടി വരെ അടിച്ചേക്കാം. അതിനുള്ള പടമാണ്. ഇനി ഞാനടക്കം എല്ലാ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്ന ആ പടം, അതെ, ലോക ചാപ്റ്റർ 2 ശാത്തൻ അഥവാ മൈക്കിൾ. ലോക ചാപ്റ്റർ 2 മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ. വേറെ ഡൗട്ടൊന്നുമില്ല, ഇത് തന്നെയാണ്. ചാപ്റ്റർ 1 പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ ആദ്യം 300 കോടി പടമാണ്. എനിക്ക് അരുൺ എൻ്റെ സംവിധാനത്തിലായിരിക്കും പടം പുറത്തിറങ്ങുന്നത്. ദുൽഖറിൻ്റെ ആയിരിക്കും സിനിമയുടെ നിർമ്മാണം. ടോവിനോയുടെ മൈക്കിൾ ആണ് മെയിൻ ക്യാരക്ടർ.
ടോവിനോയ്ക്ക് 6 ഇടാനുള്ള മുതലുണ്ടാവും. പടത്തിൽ മൾട്ടിപ്പിൾ റോളാണ്. ഒടിയൻ്റെ ആയ്മയുണ്ട്. പിന്നെ നമ്മുടെ മൂത്തോനെ റിവീൽ ചെയ്യുന്നതും ഇതിലായിരിക്കും. അപ്പോൾ നമ്മുടെ മമ്മൂക്കിയും ഡിക്കും ടോവിനൊക്കെ ഒരു ഫ്രെയിമിൽ വരും. തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും അല്ലേ. എൻ്റെ അമ്മ ഒരു 500 കോടിയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പടം. ഈ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക ഒരു 500, ലോക 3 വരുമ്പോൾ ഒരു 700, ലോക 4 ഒരു 1000. അങ്ങനെയൊക്കെ കത്തും. എന്തായാലും മുതലാണ് മക്കളെ. ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനം കൊടുക്കുന്ന ഈ ഒരു പടത്തിന് ലോക ചാപ്റ്റർ. അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അടുത്ത കൊല്ലം തുടങ്ങുമ്പോൾ തന്നെ സിനിമയുടെ ഓരോ സ്ക്രിപ്റ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത കൊല്ലം തന്നെ ഷൂട്ടൊക്കെ തുടങ്ങി. ചിലപ്പോൾ 2027 അല്ലെങ്കിൽ 2026 തന്നെ റിലീസ് ചെയ്തേക്കാം സിനിമ. എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് ആട് തെറിയും ലോക ഏറ്റവും കൂടുതൽ ഈ ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന പടങ്ങൾ. എന്തായാലും വരട്ടെ കേട്ടോ. ഇത്രയൊക്കെയുള്ള സിനിമ. അതായത് കുറച്ച് പടങ്ങൾ അങ്ങനെ ഇട്ടുമാണ് പറഞ്ഞു. എനിക്ക് അതിനിപ്പോൾ പുതിയ അനൗൺസ്മെൻറ്റുകൾ വരാം. അപ്പോൾ വീണ്ടും ലിസ്റ്റ് വീണ്ടും വലുതാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ച് ഇത്രയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ ഓഡിയൻസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കാത്തിരിക്കുന്ന പടം, ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പുതിയ വീഡിയോസ് ഇടുന്ന ഒരു ടെൻഡൻസിറ്റി കൂടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.